ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കടലമിഠായി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയാലോ? അത് കുറച്ച് ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് ഉരുക്കാൻ വച്ചിട്ടുണ്ട്. അത് ഉരുകി നന്നായിട്ട് കഴിയുമ്പോൾ നമുക്കത് ഒരു പാത്രത്തിലേക്ക് അരിപ്പ് ഒഴിച്ച് വെച്ച് അരിച്ചെടുക്കണം. അരിച്ചെടുത്ത് പാത്രത്തിലാക്കിയിട്ട് ഞാൻ തിളപ്പിക്കുകയാണ്. അത് തിളച്ച് വെള്ളം വറ്റി വരണം. നൂൽ പരുവാകുന്നിടം വരെ നമ്മളത് വെള്ളം വറ്റിച്ച് എടുക്കണം. അതിനിടയ്ക്ക് ഞാൻ നിലക്കടല എടുത്ത് വറുത്ത് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ തൊലി കളഞ്ഞ് വെച്ചിരിക്കുന്ന നിലക്കടല മറ്റേ ശർക്കര പാനി കുറുകി വരുമ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ, നമുക്ക് നോക്കാം എന്തായി എന്ന് നോക്കാം. ഏതാണ്ടൊക്കെ കുറേ കുറുകിയിട്ടുണ്ട്. കുറുകി എങ്ങനെ നൂൽപ്പരുവാകുന്നിടം വരെ ആകട്ടെ. അത് അവിടെ എന്ന് നൂൽപ്പരുവാകുന്നിടം വരെ അതായി വരട്ടെ. നന്നായിട്ടാവുന്നുണ്ട്. ചൂട് വെള്ളം വറ്റാനുണ്ട്. വെള്ളം വറ്റി അങ്ങോട്ട് വരട്ടെ. വന്നു കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് കടല ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം വറ്റി വരട്ടെ. ഏതാണ്ടൊക്കെ കുറേ ആയിട്ടുണ്ട്. വെള്ളം വറ്റാറായിട്ടുണ്ട്. ഇച്ചിരി കൂടി ഒന്ന് ആവണമുണ്ട്. നമുക്കതിലേക്ക് വറുത്ത് വച്ചിരിക്കുന്ന കടല അളവൊക്കെ ഏകദേശം കണക്കാക്കി നമ്മൾ എടുത്താൽ മതി. ഇരിക്കുക. നമുക്ക് ആ കടല അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് അങ്ങോട്ട് ഇളക്കാം. മൊത്തം ഇട്ടിട്ടുണ്ട് ഞാൻ കേട്ടോ. അത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നന്നായിട്ട് കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. ആവി അടിച്ചതാണ് ഫോണിലേക്ക്. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് മുമ്പ് ഞാനൊരു പാത്രത്തിന്, അത് പരന്ന പാത്രത്തിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടല എല്ലാം കൂടെ മിക്സായി വന്നു കഴിയുമ്പോൾ നമുക്ക് ആ പാത്രത്തിലേക്ക് മാറ്റാനുള്ളതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. നന്നായിട്ട് മിക്സ് ആക്കിയിട്ടോ നല്ലോണം ഇളക്കി. ഈ പാത്രത്തിൽ എണ്ണ പുരട്ടി വെച്ചിരിക്കുന്നതാണ് ഞാനകത്ത്. എണ്ണ ഒന്നിക്കുകയോ എന്തുവേണമെങ്കിൽ അതിലേക്ക് ഇത് കുടഞ്ഞിട്ടിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് പ്രസ് ചെയ്തെടുക്കണം. നനഞ്ഞ കൈക്ക് അടിച്ച് പരത്തിയെടുത്ത് ചേർത്താൽ നമ്മൾ ഇഷ്ടമുള്ള കനത്തിൽ നമുക്ക് പരത്തിയെടുക്കാം. പരത്തിയെടുത്ത് നന്നായി ഇതാക്കി എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കത് മുറിച്ചെടുക്കണം. ഇഷ്ടമുള്ള ആകൃതിയിൽ നമുക്ക് അത് മുറിച്ചെടുക്കുകയും ചെയ്യാം. നല്ല തണുത്ത് വരും. ആ തണുത്ത് വരുന്ന സമയത്ത് വേണം നമുക്ക് മുറിക്കുക. ഒരുപാട് തണുത്ത് പോകരുത്. അതിന് മുമ്പ് നമുക്ക് മുറിച്ചെടുക്കാം കഷ്ണങ്ങളായിട്ട്. നമ്മൾ സ്വാദിഷ്ടമായ നല്ലൊരു കടലമിഠായി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഈ കടകളിൽ നിന്ന് മേടിച്ച് കെമിക്കലൊക്കെ ചേർത്ത സാധനം കഴിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് നമ്മൾ ഇതുപോലെ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ. എങ്ങനെയുണ്ട്? എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹായ്.